ബൈബിളിൽ ഇന്ത്യയെക്കുറിച്ച് പരാമർശമുണ്ടോ? ഉണ്ടെന്ന് മാത്രമല്ല, മേൽത്തരം പ്രവിശ്യ എന്ന വിശേഷണവും ലഭിച്ചു എന്നതാണ് വിസ്മയം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 8-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് മേൽത്തരം പ്രവിശ്യ എന്ന് ഇന്ത്യയെ പുകഴ്ത്തിയിട്ടുള്ളത്. ഇന്ത്യ എന്നാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ വരെ നീളുന്ന ഇന്ത്യ ഉപദ്വീപ് തന്നെ. സിന്ധു നദിയുടെ തീരഭൂമി കൂടിയായ ഇന്ത്യ. മക്കബായരുടെ ആദ്യ പുസ്തകത്തിൽ അന്തിയോക്കസ് എപ്പിഫാനസ് യുദ്ധം ചെയ്യുന്നതിനായി 120 ആനകളെ സജ്ജമാക്കി എന്ന് പറയുന്നു. ഓരോ ആനയെയും നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള പാപ്പാന്മാരുമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പാപ്പാൻ നിശ്ചയമായും കേരളത്തിൽ നിന്നാവുമെന്ന് കരുതുന്ന ചരിത്രകാരന്മാരുണ്ട്. ക്രിസ്തുവിന് മുൻപ് കൃത്യമായി BC 175 മുതൽ 134 വരെയാണ് ആ കാലഘട്ടം. കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ അന്നുണ്ടായിരുന്നു. പശ്ചിമേഷ്യയുമായും മധ്യപൂർവ്വ ദേശങ്ങളുമായും വ്യാപാര ബന്ധം അധികവും കേരള തുറമുഖങ്ങൾ വഴിയായിരുന്നു. അതിനാൽ തന്നെ ഇവിടത്തെ പാപ്പാന്മാർ പണ്ടേ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചതായി കണക്കാക്കാം. ബൈബിളിൽ പരാമർശിക്കുന്ന ഓഫീർ സ്വർണം കോഴിക്കോട്ടെ ബേപ്പൂർ വഴി കടൽമാർഗം അയച്ചതാണെന്ന് ഒരു പ്രബല വിശ്വാസമുണ്ട്. ബേപ്പൂരിൻ്റെ മറുപേരാവാം ഓഫീർ. ശ്രേഷ്ഠമായ വസ്തുക്കളായാണ് ഇന്ത്യയിൽ നിന്നുള്ള സാധന സാമഗ്രികളെ കണ്ടിരുന്നത്. അതിനാൽ തന്നെ ഓഫീർ സ്വർണം പവിത്രവും അമൂല്യവുമായി കരുതിയിരുന്നു. അമൂല്യമായ വസ്തുക്കളെയും വ്യക്തികളെയും ഓഫീർ സ്വർണവുമായി താരതമ്യം ചെയ്യാറുണ്ട്. പശ്ചിമേഷ്യയിലേക്കും മധ്യപൂർവ്വ ഏഷ്യയിലേക്കും ഇന്ത്യയിൽ നിന്നും കുരങ്ങുകളും മയിലുകളും ചന്ദനമരവും സുഗന്ധ ദ്രവ്യങ്ങളും കയറ്റി അയച്ചിരുന്നു. ഏറ്റവും വിശിഷ്ട പാരിതോഷികങ്ങളായി അവയെ ആ നാടുകളിൽ കരുതിയിരുന്നു. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 പ്രവിശ്യകൾ എന്ന് പറയുന്നു. ഇതുകൂടാതെ എസ്തേർ 6, 16, 17 അധ്യായങ്ങളിലും ഇന്ത്യ പരാമർശിക്കപ്പെടുന്നു.